തങ്ങളുടെ ടീമിൽ കളിക്കാൻ അതിയായ ആഗ്രഹമുണ്ടെന്ന് പലതവണ പ്രഖ്യാപിച്ച ഒരാൾ. നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിലെ പ്രധാനി. തങ്ങളുടെ ടീമിന്റെ ബാലൻസ് നിലനിർത്താൻ എല്ലാം കൊണ്ടും ഒത്തൊരു പ്രൊഫൈൽ. ഇങ്ങനെയൊരു താരം മാർക്കറ്റിൽ അവൈലബിൾ ആയാൽ നിങ്ങൾ എന്ത് ചെയ്യും? വെക്കാവുന്ന മാക്സിമം തുകയുടെ ഒരു ഓഫർ വെച്ച് താരത്തെ കൂടാരത്തിലെത്തിക്കും അല്ലേ? എന്നാൽ റയൽ അത് ചെയ്തില്ല. എണ്ണം പറഞ്ഞ 6 ട്രാൻസ്ഫറുകൾ നടത്തിയ ഈ വിൻഡോയിൽ അവർ റോഡ്രിക്ക് വേണ്ടി ആത്മാർത്ഥമായ ഒരു നീക്കം പോലും നടത്തിയില്ലെന്ന് പറയുന്നതാവും ശരി. ഡിഫൻസിലും മിഡ്ഫീൽഡിലും അറ്റാക്കിലുമെല്ലാം പണമെറിഞ്ഞ് ആളെ വാങ്ങിക്കൂട്ടിയപ്പോൾ 2 വർഷകാലം ടീമിന് വിനയായതെന്തെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. ഇക്കാലയളവിൽ ബെർണാബ്യൂ ഷെരീഫിലേക്ക് കിരീടങ്ങൾ വരാത്തതിന്റെ മൂലകാരണം അവർ തിരഞ്ഞില്ല. അതിലോട്ട് പരിഹാരം കാണാനും ശ്രമിച്ചില്ല. മികച്ച അറ്റാക്കർമാരും അവർക്ക് പന്ത് സപ്ലൈ ചെയ്യാൻ പോകുന്ന മിഡ്ഫീൽഡർമാരും ഉണ്ടായിട്ടും റയലിനെ കഴിഞ്ഞ സീസണുകളിൽ പിന്നോട്ടടിച്ചത് ഒരേ ഒരു കാരണമാണ്: കളിയുടെ ഗതി നിയന്ത്രിക്കാൻ പോകുന്ന ഒരു ടെമ്പോ കൺട്രോൾ ഇല്ലെന്നുള്ളത്. ക്രൂസ് പടിയിറങ്ങിയതിൽ പിന്നെ ആ റോൾ ഏറ്റെടുക്കാൻ ശ്രമിച്ച ഓരോരുത്തരായി തലകുനിച്ച് മടങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പകരം എത്തിക്കാൻ ശ്രമിച്ച ഡീലുകളിൽ റയലും പരാജയം അറിഞ്ഞു. ആന്റലോ സ്റ്റീലറും ആദം വാർട്ടനും റൂബൻ നെവസും വരെ ആ ലിസ്റ്റിലുണ്ടായിരുന്നു. എന്നാൽ തേടി നടന്ന റയലിന് മുന്നിൽ ഇങ്ങോട്ടേക്ക് വന്നുപെട്ട പേരായിരുന്നു റോഡ്രിയുടേത്. റയലിൽ കളിക്കാൻ തനിക്ക് അതിയായ ആഗ്രഹമുണ്ടെന്ന് ലോകകപ്പിന് മുന്നേ തന്നെ പറഞ്ഞ താരം ടൂർണമെന്റോടെ തനിക്ക് അതിന് യോഗ്യത ഉണ്ടെന്ന് കൂടി തെളിയിച്ചു. പക്ഷേ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ നോക്കി നിന്ന റയൽ ആ വലിയ അവസരമാണ് കളഞ്ഞുകുളിച്ചത്. റയൽ കാണിച്ച അബദ്ധം ആവർത്തിച്ചില്ല എന്നതാണ് ബാർസ ചെയ്ത ഏറ്റവും വലിയ പോസിറ്റീവായ കാര്യം. ഡിയോങ്ങിന്റെ പരിക്കിന്റെ വ്യാപ്തി മനസ്സിലാക്കി മണിക്കൂറുകൾക്കകം അവർ മാഞ്ചസ്റ്റർ സിറ്റി സിഇഒ ഫെറാൻ സോറിയാനോയുമായി ഡീൽ സംസാരിച്ചു തുടങ്ങി. തങ്ങളുടെ റഡാറിലുള്ളവരെ ഒന്നൊന്നായി റാഞ്ചിയ റയലിന് മേൽ ബാർസ നടത്തിയ ആദ്യ സർജിക്കൽ സ്ട്രൈക്ക്. ഡെക്കോയും സംഘവും അവതരിപ്പിച്ച പ്രൊജക്ട് പ്ലാൻ റോഡ്രിയുടെ ക്യാമ്പിന് തൃപ്തികരമാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഈ വിവരം താരത്തിന്റെ ഏജന്റ് റയലിനെ അറിയിച്ചുവെന്നും വാർത്തകളുണ്ട്. അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്ന സീസൺ ബാഴ്സ മിഡ്ഫീൽഡ് എന്നത് ആരും ഭയക്കുന്ന ഒരു നിരയാവും. ലോക ജേതാക്കളായ ഓൽമോ, പെഡ്രി, റോഡ്രി ത്രയത്തോടൊപ്പം ഫെർമിൻ ലോപ്പസ് കൂടി ചേരുമ്പോൾ റയൽ മാഡ്രിഡ് മാത്രം കരുതിയിരുന്നാൽ പോരാ. യൂറോപ്പിലെ സകലരും ഒന്ന് ഒരുങ്ങുന്നത് നല്ലതാണ്. ഏതാണ്ട് 80 മില്യൺ ആണ് സിറ്റി താരത്തിനായി ചോദിക്കുന്ന തുക. 60 മുതൽ 70 മില്യൺ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ ഡീൽ ഉറപ്പിക്കാനാണ് ബാഴ്സ ഒരുങ്ങുന്നത്. കാരണം ഹൂലിയൻ അൽവാരസിനെ എത്തിക്കാനുള്ള നീക്കങ്ങൾ ക്ലബ്ബ് അണിയറിൽ നടത്തുന്നുണ്ട്. ഇതിനായി ഒരു വലിയ തുക തന്നെ അവർക്ക് ചിലവാക്കേണ്ടി വരും. ആ ഡീൽ ലാലിഗ FFP നിയമങ്ങൾക്കുള്ളിൽ ഉറപ്പിക്കണമെങ്കിൽ മറ്റു ട്രാൻസ്ഫർ ഡീലുകളിൽ ക്ലബിന് ബാർഗെയിനിങ് നടത്തേണ്ടി വരും. ജെറാഡ് റൊമേറോ ഉൾപ്പെടെ സ്പെയിനിലെ ഒട്ടുമിക്ക സ്പോർട്സ് ജേർണലിസ്റ്റുകളും ബാർസ റോഡ്രി ഡീൽ ഉറപ്പിച്ച മട്ടാണ്. എന്നിരുന്നാലും അപ്രതീക്ഷിതമായ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് നടക്കുമോ എന്നാണ് റയൽ ആരാധകർ നോക്കിയിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും റയലിനും ബാഴ്സക്കും ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ പിടിപ്പത് പണി ബാക്കിയുണ്ട്. ഒരു സ്ട്രൈക്കറെയും സെന്റർ ബാക്കിനെയുമാണ് ബാർസ തിരയുന്നതെങ്കിൽ റയലിന് ഇനിയും ക്രൂസിന്റെ പകരക്കാരനെ തേടിപ്പിടിക്കേണ്ടിയിരിക്കുന്നു. റോഡ്രി അടക്കം പല പേരുകളും പല തവണയായി ഉയർന്നു കേട്ടെങ്കിലും റയലിന് വെല്ലുവിളിയാവുന്ന ഒരു കാര്യമുണ്ട്: ടീമിന്റെ സ്ക്വാഡ് സൈസ്. UEFA നിയമപ്രകാരം ഓരോ ക്ലബിനും ടൂർണമെന്റിന് മുന്നോടിയായി സമർപ്പിക്കാവുന്ന ലിസ്റ്റിൽ ഒരു പരിധിയുണ്ട്. അതിൽ റോഡ്രി അടക്കം ഇനി വരാനിരിക്കുന്ന ഏതൊരു താരത്തെയും റയലിന് ഉൾപ്പെടുത്തണമെങ്കിൽ ഒരാളെങ്കിലും ടീം വിടണം. എഡ്വാർഡോ കമാവിംഗ, റൗൾ അസെൻസിയോ എന്നീ പേരുകൾ പുറത്തേക്കെന്ന തരത്തിൽ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും നിലവിൽ താരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു വാർത്തയും കേൾക്കാനില്ല. ഇത് പരിഹരിക്കാതെ റയലിന് പുതിയ ട്രാൻസ്ഫർ ഡീലുകൾ നടപ്പാക്കാനാവില്ലെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റോഡ്രി റയൽ ഡീൽ നടക്കാത്തതിന് മറ്റൊരു കാരണമായി പറയപ്പെടുന്നത് വിനീഷ്യസിന്റെ കരാർ സംബന്ധിച്ചുള്ള വാർത്തയാണ്. ക്ലബ്ബുമായി ചർച്ച നടത്തിയ താരത്തിന്റെ ക്യാമ്പ് റോഡ്രിയെ റയൽ ടീമിൽ എത്തിക്കരുതെന്ന് നിബന്ധന വെച്ചു എന്ന തരത്തിൽ വാർത്തകൾ ഉയരുന്നുണ്ട്. 2024 ബാലൻഡിയോർ സംബന്ധിച്ച് ഇരുവരും തമ്മിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളാണ് ഇതിന് ആധാരമായി അവർ പറയുന്നത്. റോഡ്രി ഡീലിൽ ബാർസ മുന്നിലെത്തിയതിന് പിന്നാലെ തന്നെ വിനി റയലുമായി 6 വർഷത്തേക്ക് കൂടി കരാർ പുതുക്കിയത് അതിന് എരിവ് പകർന്നിട്ടുണ്ട്. പക്ഷേ മേൽ പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായ സോഴ്സുകളൊന്നും തന്നെ ഇല്ല. വെറും അഭ്യൂഹങ്ങൾ മാത്രമാണുള്ളത്. റോഡ്രി ഇല്ലെങ്കിൽ പിന്നെ ആര്? ഉത്തരം തേടി റയലിന് അധിക ദൂരമൊന്നും പോവേണ്ടതില്ല. അയ്യൂബ് ബുവാദി എന്ന മൊറോക്കൻ യുവതാരത്തിന് മേൽ ആ ചർച്ചകൾ അവസാനിക്കും. ബെർണാഡോ സിൽവ പോയ സ്ലോട്ടിലേക്ക് താരത്തെ എത്തിക്കാൻ സിറ്റി ലോകകപ്പ് മുതൽ ശ്രമം നടത്തുന്നതാണ്. ഒപ്പമുണ്ടായിരുന്ന ആർസനൽ ബ്രൂണോ ഗൊമേറസിൽ തൃപ്തി അടഞ്ഞതോടെ അവർക്ക് കാര്യങ്ങൾ എളുപ്പമാവുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ പെപ്പ് ഫാക്ടർ എന്നൊന്നില്ലാത്തത് സിറ്റിക്ക് വലിയ തിരിച്ചടിയാണ്. ഇതിനിടയിലേക്ക് റയൽ ഒരു എൻട്രി കൂടി നടത്തിയാൽ മറ്റൊരു ട്രാൻസ്ഫർ ഹൈജാക്കിന് കൂടി നമ്മൾ സാക്ഷികളായേക്കും. എത്രയും പെട്ടെന്ന് ക്ലബ് ഫുട്ബോൾ സീസൺ ഒന്ന് തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു ത്രില്ലർ പടത്തിനേക്കാളും കൂടുതൽ സസ്പെൻസുകളാണ് ഇക്കുറി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇറങ്ങുന്നത്. ഇതിന്റെ ക്ലൈമാക്സ് എന്താവുമെന്ന് അറിയാൻ ഉള്ളിൽ വല്ലാത്തൊരു ആകാംക്ഷ ഉണ്ടായി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റിലെ വരികളാണിത്. പറഞ്ഞത് 100% ശരിയാണ്. ഇതുപോലെ ഒരു എക്സൈറ്റിംഗ് ആയ ട്വിസ്റ്റുകളുള്ള ട്രാൻസ്ഫർ വിൻഡോ സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഞെട്ടിക്കൽ പ്രൈസ് ടാഗുകളും അപ്രതീക്ഷിത ഡീലുകളും നടന്ന ഈ വിൻഡോയിൽ ഇനി എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം? നടക്കുമെന്ന് നിങ്ങൾ കരുതുന്ന ഡീൽ ഏതാണ്? അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കൂ.